Indulgence cock, Mastishka, Marana. Simon's Memories. Writer, director, കൃഷാന്ത്. കൃഷാന്ത് തന്നെയാണ് എഡിറ്റർ. ഇതിൻ്റെ ആർട്ടിലും കൃഷാന്ത് വർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ആൽവിൻ ജോസഫ്. അജിത് വിനായക പ്രൊഡക്ഷൻസ്. ഇതൊരു സൈഫൈ കോമഡി ത്രില്ലർ ആണ് ഇതിൻ്റെ ജോൺറ എന്ന് പറയുന്നത്. ടെക്നിക്കലി ടു ഗുഡ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ എഡിറ്റിംഗ് പരിപാടി, പിന്നെ ഇതിൻ്റെ സൗണ്ട് ട്രാക്ക്, പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ആർട്ട് പരിപാടി കഴിഞ്ഞാൽ, കാരണം അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഫിലിമാണ്. 2046 നടക്കുന്ന കഥയായിട്ടാണ് കാണിക്കുന്നത്, കൊച്ചി, നിയോ കൊച്ചി എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടൈമിൽ അപ്പോഴെങ്ങനെയായിരിക്കും ആളുകൾ ജീവിക്കുക, അപ്പോഴുണ്ടാകുന്ന സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ് എന്തായിരിക്കും, അപ്പം അങ്ങനത്തെ സൈബോക്സ്, ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും അവർ പറയുന്ന തീം എന്ന് പറയുന്നത് മെമ്മറി എക്സ്ട്രാക്ഷൻ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് VR ഗെയിമിങ്, അങ്ങനെ കുറേ പരിപാടികൾ. പിന്നെ ഇത് സെല്ല് ചെയ്യാം. അതിൻ്റെ കഥയും കാര്യങ്ങളും കൂടുതൽ പറയുന്നില്ല. ഇവരുടെ കോൺസെപ്റ്റ് ഭയങ്കര റിയലി ഗുഡാണ്. പക്ഷെ അത് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ കോമഡി തീരെ വർക്കൗട്ടായില്ല. തീരെ ആയില്ല മീൻസ് ആരോചകമായിരുന്നു. മിക്ക സീൻസിനും വളരെ റയർ 1-2 കോമഡീസ് മാത്രമേ എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ളൂ. കാരണം ഇത് 2.5 മണിക്കൂർ കൂടുതൽ ഈ സിനിമ ഭയങ്കര റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സീൻസും, അതുപോലെ തന്നെ ഇവർ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു വന്ന് അത് വീണ്ടും വരുന്നു. സംഭവം ഓവർ ദ ടോപ്പാണ്, അഴിച്ചു വിട്ടേക്കാണ് അഭിനേതാക്കളെ. അപ്പം അങ്ങനെ ഒരു ഓവർ ദ ടോപ്പിൽ നിന്നുകൊണ്ട് ഭയങ്കര ക്രേസി ആയിട്ട്, ഭയങ്കര മാഡ്നസ്, അങ്ങനെ ആ രീതിയിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും അത്രയുണ്ട്, പരിപാടിയുണ്ട്, അതിനുള്ള സ്പേസും ഉണ്ട് സിനിമയ്ക്കകത്ത്. പക്ഷേ ഇതൊരു സിനിമയാണ് വെച്ച് സഹിച്ചിരിക്കാൻ പറ്റണ്ടേ. DOP പ്രേം മുകുന്ദൻ ഗുഡ് വർക്കാണ്. എസ്പെഷ്യലി ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫീൽ കംപ്ലീറ്റ്ലി കൊണ്ടുവരാൻ ലൈറ്റിങ്ങിലും അതിൻ്റെ മൊത്തം പരിപാടിയും, പ്രത്യേകിച്ച് വൈറ്റ് ഷോട്ടിലൊക്കെ അങ്ങനെ പരിപാടി ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വർക്കി. നല്ല വർക്കായിരുന്നു. അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമായിരുന്നു. ജിയോ പൈസാണ് പിന്നെ മിക്സ് ചെയ്തിരിക്കുന്നത് ഫൈനൽ അറ്റ്മോസ്. അങ്ങനെ അതാൻ പറഞ്ഞു, ടെക്നിക്കലി വിഷ്വൽസ് ആയി കഴിഞ്ഞാലും പിന്നെ ഇതിൻ്റെ സൗണ്ടിങ് ആയി കഴിഞ്ഞാലൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസുള്ള സാധനമുണ്ട്. പക്ഷേ ഇതിൽ ഇങ്ങനത്തെ ഓവർ ദ ടോപ്പ് പരിപാടികൾ, ഇതിൽ രജിഷ വിജയനാണല്ലോ ഇതിലെ മുഖ്യ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊരു സിനിമ നടിയായിട്ടാണ്, ഒരു സോമൻ എന്നുള്ളതാണ് സെക്കൻഡ് നെയിം. അപ്പോൾ അവർ തുടക്കം മുതലേ അങ്ങനത്തെ ക്രേസി ക്യാരക്ടറാണ്. അപ്പോൾ അവർ ചെയ്ത് വന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും പിന്നെ എനിക്കിത് അയ്യോ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഇങ്ങനെ പിന്നെ ഇടയ്ക്ക് നൈറ്റ് മോനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവരങ്ങനെ ഒരു ഭാഗത്ത്. പിന്നെ മണിയമ്പിള്ള രാജൻ്റെ മോൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളി അത്യാവശ്യം കൈയടക്കത്തോടുകൂടി ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് ഈ വെർച്വൽ ഗെയിം കളിക്കുകയും അതിനകത്തേക്ക് കയറുകയും പിന്നെ അതിൻ്റെ സിമുലേഷനും പരിപാടിയൊക്കെ ആയിട്ട് അത് രസമാണ്. അത് എഡിറ്റ് ചെയ്ത് അത് കാണിക്കുന്ന രീതി, അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിവൈസസ്, ഞാൻ പറഞ്ഞില്ല, ആ ഒരു മൊത്തം പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ ഇത് കാണിച്ച് പുള്ളി ഇടയ്ക്ക് സ്വന്തം മറ്റേ ഇതുപോലെ ഉണ്ട്, അച്ഛനെ പോലെ ഉണ്ട് ഇടയ്ക്ക്, എന്നെ സ്വന്തം ചോര എന്നൊക്കെ പറയുന്നില്ലേ, ഇടയ്ക്ക് മണിയമ്പിള്ള രാജു കാര്യം വരുന്നുണ്ട്. പിന്നെ ജഗദീഷിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പുള്ളിയുടെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല. പിന്നെയുള്ളത് നമ്മുടെ സുരേഷ് കൃഷ്ണ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് സെല്ല് ചെയ്ത് സിമുലേഷൻസ് ഉണ്ടാക്കുകയും ആൾക്കാർ കൊടുക്കുകയും ഇങ്ങനെ ചെയ്ത്, അതായത് മൊത്തം അങ്ങനത്തെ ഒരു 2046 എന്തും പറയാലോ നമുക്ക്, അങ്ങനെ ഫ്യൂച്ചറില്ലേ. പക്ഷെ സ്റ്റിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇതിൽ എഴുതി വെച്ച ഡയലോഗ്സ് ഒക്കെ കണ്ടംപററി ഡയലോഗ്സാണ്. ഇദ്ദേഹം തന്നെ ഇതിൽ കണ്ടംപററി എന്ന് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ആ 2046 ഇപ്പോഴും പിന്നെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും ഇതേ ഇടുന്നുണ്ട്. ഇതിൻ്റെ ജെൻസി തന്തമാരെന്ന് പറയണ്ട, കാരണം ജെൻസിൻ്റെ മക്കൾ ആയിരിക്കും അന്നേരം ഉണ്ടാവും, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ദിലീപിൻ്റെ ഡയലോഗ്, എന്തിനാ ചേട്ടാ അനാവശ്യം പറയുന്നേ, മറ്റേ പ്രസ് വരെ വന്ന സമയത്ത്, കേസ് ഉണ്ടായ സമയത്ത്, അങ്ങനെ കുറേ നമ്മളിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ അങ്ങനെ ഉപയോഗിച്ച് പോകുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഈ കഥാപാത്രങ്ങൾ ചില്ലറ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും അസഹനീയം എന്ന് പറയുന്നത് ദിവ്യപ്രഭ. അതായത് ഒരു സീൻ സ്പോയിൽ ചെയ്ത് കളിയില്ലേ, ഒരു ക്യാരക്ടർ എടുത്ത് അഭിനയിച്ച് നശിപ്പിച്ച് കളിയില്ലേ, അന്തളവുക്ക് വെറുപ്പിക്കലായിരുന്നു. അയ്യോ ഭയങ്കരമായ അഭിനയമായിരുന്നു. അതായത് ആ സീനിന് വേണ്ടി ആരെങ്കിലും മരിക്കുക, പക്ഷേ കാണുമ്പോഴേ അയ്യയ്യയ്യേ എന്തോ കാണിക്കുന്ന അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ചും ഡയലോഗ് ഡെലിവറി, അവരുടെ ചില എക്സ്പ്രഷൻസും രജിഷയുടെ കോമ്പിനേഷൻ സീൻസും. ഇങ്ങനെയാണ് ദിവ്യപ്രഭേൻ്റെ കാര്യം. ആൻസലിം ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു എലേന കാർട്ടറൊക്കെ പോലെ, അങ്ങനെ നമ്മളെ ഫൈറ്റ് ക്ലബ്ബിൽ അതേപോലത്തെ ഹെയർ സ്റ്റൈലിൽ പിടിച്ച് ഒരു കുറച്ച് ബോൾഡായിട്ടുള്ള കഥാപാത്രം. പിന്നെ ഇതിൽ വേറെ ലെയർ പോകുന്നുണ്ട്. ഈ ഇദ്ദേഹത്തിന് നിരഞ്ജൻ്റെ കഥാപാത്രവും
അദ്ദേഹത്തിൻ്റെ ഫാമിലി ചില എമോഷൻസും ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ആ സാധനം കാലിയർ അത്യാവശ്യം നൈസായിട്ട് പോകുന്നുണ്ട്. അത് ക്ലൈമാക്സിൽ കൊണ്ടെത്തിച്ചു മനസ്സുണ്ടായിരുന്നു. രാഹുൽ രാജഗോപാൽ ചെയ്ത കഥാപാത്രം പുള്ളിയാണ് ഈ സൈമൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഒരു ഷാജി അണ്ണൻ, നമ്മൾ ആറാട്ടെണ്ണനെ അങ്ങനെ എടുത്ത് വെച്ചേക്കുക. ഇപ്പോൾ 2046 ആറാട്ടെണ്ണനെ ആയിരിക്കും കൃഷാന്ത് ഉദ്ദേശിച്ച്. അപ്പോൾ ആറാട്ടെണ്ണം പറയാൻ പോലെ തന്നെ ഈ ക്രഷ് ഉണ്ടാവും, ഇഷ്ടമുണ്ടാവും, ഇവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ആ സാധനം തന്നെയാണ് പുള്ളി 2046 സ്റ്റോറി പറയുമ്പോഴും പറയുന്നത്. നന്ദു ഉണ്ട്. നന്ദു നമ്മുടെ ശാന്തിവിള ദിനേശൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അതായത് പറഞ്ഞ അഴിക്കച്ചെറുക്കൻ, തന്തേക്കൾ മോശം, അങ്ങനെ കുറേ സാധനം. നന്ദു ചില സീനിലേക്ക് ഓവറായിരുന്നു. രജിഷയുടെ ചില കോമ്പിനേഷൻ സീനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. രജിഷയും നിരഞ്ജൊക്കെയുള്ള ഒരു സീനിൽ വന്നിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു നന്ദു. പിന്നെ ഷിൻഷാൻ ചൈനക്കാരൻ, എല്ലാം മലയാളിയാണ് എപ്പോഴും പറയാനാണ്. പിന്നെ വിഷ്ണു അഗസ്ത്യ, പിന്നെ ശാന്തി, അങ്ങനെ കുറേ ആൾക്കാർ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴേക്കും ഇവർ കംപ്ലീറ്റ് ഒരു സാറ്റർ, കയോസ് അങ്ങനത്തെ പരിപാടി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ കോടതി സീൻസൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരുക, ആവർത്തിച്ച് വരിക. ഒരു തവണ ജഡ്ജിനെ മച്ചാനെ വിളിച്ചപ്പോൾ രസമുണ്ടായിരുന്നു. വീണ്ടും വിളിക്കുക, വീണ്ടും മാറ്റി വിളിക്കുക, ഷിൻഷാൻ ഇത് പറയുക, അത് പറയുക, ഇത് പറയുക. അങ്ങനെ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇവർ ചില ഈ മെയിൽ ഗേസിനെ കുറിച്ചും എങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു. ഇപ്പോൾ രജിഷന് മുൻപ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് ഞാൻ തയ്യാറല്ല എന്നാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത് ഐറ്റം ഡാൻസ്. പക്ഷേ ഇത് ഐറ്റം ഡാൻസ് അല്ല. ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സീനിൽ മാത്രം ശരീരം പ്രദർശിപ്പിച്ച് പോകുന്ന ഒരു പരിപാടി. അതല്ല, ഇത് ഇവരെ ക്യാരക്ടർ അങ്ങനെയാണ്. അതുകൊണ്ട് അവർ ഈ ക്യാരക്ടർ ചൂസ് ചെയ്ത് ഒരിക്കലും ഒരു ഐറ്റം ഡാൻസിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഈ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പം അങ്ങനെ അഭിനയിക്കുന്ന ഒരു നടിയായിട്ട് അതിനെ കോൺട്രഡിക്ടറി ടു ദാറ്റ് അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എഴുത്തിൽ. ജയൻ ആൻഡ്രൂസ്, സഞ്ജു ശിവറാമിൻ്റെ ഒരു കോമിക്കലായിട്ടുള്ള കഥാപാത്രമായിരുന്നു, ഒരു സൂപ്പർ സ്റ്റാർ അവിനാശ് പാലോട് എന്ന് പറയും. അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമയ്ക്കകത്ത് ഇവർ വെക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാധനവും അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രേറ്റ് അറ്റംപ്റ്റ് ആണ്, അതിൽ യാതൊരു തർക്കമില്ല. ഗ്രേറ്റ് അറ്റംപ്റ്റ് ആണ്. ഒരിക്കലും ഒരു മോശം സിനിമയല്ല. ടെക്നിക്കലി മോശം സിനിമയിൽ ഈസ്തെറ്റിക്കലി ആൻഡ് ആർട്ടിസ്റ്റിക്കലി ഒന്നും മോശമില്ല. പക്ഷേ ചില പെർഫോമൻസസും അതുപോലെ റിപ്പിറ്റേഷനും, പിന്നെ ഇത് ഇങ്ങനെ കണ്ടിട്ട് അങ്ങ് തീർക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ റിവ്യൂ പറയാൻ തന്നെ തോന്നുന്നില്ലേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. അത് റെയറായിട്ട് അങ്ങനെ തോന്നാറുള്ളത്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിലും തോന്നണ്ടേ. ഇത് കണ്ട് താകെയോ വട്ടായോ അങ്ങനെ ഒരു എന്താ അവസ്ഥ, ഒരു പ്രാന്തായിപ്പോയി. ഞാൻ ഇത്തരം ക്രേസി വിയേർഡ് ഹിലാരിയസ് സിനിമകൾ ആസ്വദിക്കുന്ന ആളാണ്. പക്ഷെ ഇതെനിക്ക് പറ്റിയില്ല. എനിവേ കൃഷാന്ത് വിൽ കം വിത്ത്, കാരണം അദ്ദേഹം ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പെക്യുലർ കൈൻഡ് ഓഫ് ഫിലിം മേക്കറാണ്. ഹ്യൂജ് റെസ്പെക്ട് ഉള്ള ഒരാളാണ്. എനിക്ക് ഹ്യൂജ് റെസ്പെക്ട് ഉള്ള ഒരാളാണ് പേഴ്സണലി. പക്ഷെ ഇതെന്തോ അങ്ങനെ സെറ്റായി, എനിക്ക് പേഴ്സണലി സെറ്റായി.